ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. മനുഷ്യനും ദൈവവും എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും അല്ലേ? നമുക്ക് അവിടെ ആരാണ് മനുഷ്യൻ, മനുഷ്യന്റെ പ്രത്യേകത, മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്, അവനിൽ ദൈവീക ജീവനുണ്ട്, അവന് ദൈവത്തിന്റെ ഛായയുണ്ട്, ദൈവിക ബീജം അവനിലുണ്ട്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. കാരണം മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൊണ്ടാണ് അവൻ ദൈവോന്മുഖമായി തന്നെ വളരുന്നത്. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവനിലുള്ള പരിശുദ്ധാത്മാവാണ്, അവന്റെ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം അവനിലുള്ള ദൈവോന്മുഖമായ പ്രേരണാശക്തിയായ ദൈവിക ബീജമാണ്. എപ്പോഴാണ് ഈ ദൈവിക ജീവൻ അവനിൽ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. എപ്പോഴാണോ അവൻ പാപം ചെയ്യുന്നത്, പാപം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവൻ നഷ്ടപ്പെടുകയും അവന്റെ മനുഷ്യത്വം അവന് നഷ്ടമായി അവനിൽ മൃഗീയത വർദ്ധിക്കുകയും അവൻ കേവലം ഒരു മൃഗമായി മാറുകയും ചെയ്യും. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത തുടർച്ചയാണ് ആരാധനയും സംസ്കാരവും. മനുഷ്യന്റെ പ്രത്യേകത, അവൻ ദൈവോന്മുഖമായി ജീവിക്കുന്നവനാണ്, ദൈവത്വമുള്ളവനാണ്, ദൈവിക ബീജം അവനിലുണ്ട്, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അവൻ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് അവന് കഴിയുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇവിടെ ദൈവാരാധന. മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും ആന്തരിക ശക്തി തന്നെ അവന്റെ ദൈവാരാധനയാണ്. ദൈവത്തെയോടുള്ള അവന്റെ ഏറ്റവും ദൈവോന്മുഖമായ ജീവിതത്തിന്റെ തെളിവാണ്. ഈ ദൈവാരാധനയെ സംസ്കാരവുമായി ചേർത്തിണക്കിയാണ് വ്യാഖ്യാനിക്കേണ്ടത്. സംസ്കാരം എന്ന പദം കൾച്ചർ എന്ന പദത്തിൽ നിന്നാണ്. കൾച്ചർ എന്ന പദം കൾട്ടിവേഷൻ അഥവാ കൃഷി എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അക്വാകൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഇങ്ങനെ നിരവധി കൾച്ചർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിയിൽ നിന്ന് കൃഷിക്ക് ഒരു കർഷകൻ അവൻ നടുന്ന ഒരു വിത്ത്, അത് മുളച്ച് അവന് ഫലം ലഭിക്കുന്നതിന് വേണ്ടി അവൻ അതിനെ എത്രമാത്രം ശുശ്രൂഷിക്കുന്നു. അതുപോലെ മൃഗീയമായ ജീവിതത്തോടെയുള്ള അല്ലെങ്കിൽ മൃഗത്വം മാത്രമുള്ള ഒരു മനുഷ്യനിലെ ദൈവിക ബീജത്തെ വളർത്താൻ മനുഷ്യൻ ചെയ്യുന്ന പരിശ്രമമാണ് അവന്റെ സംസ്കാരം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആ പദം. ദൈവികമായ ബീജം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, ദൈവിക ബീജം, ദൈവിക ജീവൻ, അതിനെ വളർത്താൻ മനുഷ്യൻ ചെയ്യുന്ന പരിശ്രമമാണ് അവന്റെ സംസ്കാരം. ഈ സംസ്കാരമാണ് അവനെ ദൈവോന്മുഖമായി മാത്രം വളർത്തുന്നത്. അവനെ ദൈവത്തിലേക്ക് വളർത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്, അഥവാ ഇവന്റെ ഈ സംസ്കാരമാണ്. അപ്പോ ആരാധനയും സംസ്കാരവും ചേർത്തിണക്കിയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ദൈവാരാധനയ്ക്ക് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവന്റെ സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് അവന്റെ സംസ്കാരം രൂപം കൊണ്ടത്? ദൈവിക ബീജത്തെ വളർത്താൻ മനുഷ്യൻ ചെയ്യുന്ന പരിശ്രമമാണ് അവന്റെ സംസ്കാരം. ആ സംസ്കാരമുള്ളവന് ദൈവാരാധനയ്ക്കായി അവൻ എന്ത് ചെയ്യും? അവൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇവിടെ മനുഷ്യന്റെ സംസ്കാരത്തെ രണ്ട് ആയിട്ട് വേർതിരിച്ച് കാണാം. ഒന്ന്, മനുഷ്യത്വത്തിന്റെ ഉറവിടമായ ദൈവത്തോടുള്ള ബന്ധമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. മനുഷ്യത്വം അവന്റെ ഉള്ളിലുള്ള ദൈവിക ബീജമാണ്. ഞാൻ ഇപ്പോൾ തന്നെ 3-4 തവണ ഇത് പറഞ്ഞു. ദൈവിക ജീവനാണ്. ആ മനുഷ്യത്വത്തിന്റെ ഉറവിടമായ ദൈവത്തോടുള്ള ബന്ധം ഒന്നാമത്തെ അവന്റെ സംസ്കാരം. 2, എന്തിനു വേണ്ടി? അവന്റെ ഉള്ളിലുള്ള മൃഗത്വം നിയന്ത്രിക്കുകയും മനുഷ്യത്വം വളർത്തുകയും ചെയ്യുക. നോക്കൂ, ആരാധന
അവന്റെ സംസ്കാരത്തെ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് നിർവചിക്കാം. ഒന്ന് മനുഷ്യത്വത്തിന്റെ ഉറവിടമായ ദൈവത്തോടുള്ള അവന്റെ ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കാൻ, മനുഷ്യത്വത്തിന്റെ ഉറവിടമായ ദൈവത്തോടുള്ള ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കാൻ അവന് ദൈവാരാധന വേണം. രണ്ടാമത്തെ മറ്റൊരു കാര്യം, അവനിലുള്ള മൃഗത്വം നിയന്ത്രിക്കുക, മറ്റ് മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റുക, അവനിലെ മനുഷ്യത്വം വളർത്തുക, ദൈവിക ബീജത്തെ വളർത്തുക. ദൈവിക ബീജത്തെ വളർത്തുന്നതാണ് സംസ്കാരം. അങ്ങനെയാണെങ്കിൽ എന്തു വേണം? അവൻ ദൈവത്തെ നിരന്തരമായി ആരാധിക്കണം. നമുക്കറിയാം, ഒത്തിരി തത്വശാസ്ത്രങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ മരണ സംസ്കാരം എന്ന് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. നമുക്ക് തോന്നും ഇത്രയും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന, മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന സംസ്കാരം ലോകത്തുണ്ടോ എന്ന് തോന്നുന്നു. പക്ഷേ അതിന്റെ അടിത്തറയായിരിക്കേണ്ട ദൈവത്വത്തെ അല്ലെങ്കിൽ ദൈവിക ജീവനെ, ദൈവാരാധനയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സംസ്കാരം രൂപം കൊള്ളുന്നതെങ്കിൽ അത് ദൈവീകതയിൽ നിന്ന്, അല്ലെങ്കിൽ അവന്റെ സംസ്കാരം പൂർണ്ണതയല്ല എന്നാണ് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംസ്കാരത്തിന് പൂർണ്ണതയില്ല. കാരണം ദൈവം നിലനിൽക്കൊള്ളുന്ന അല്ലെങ്കിൽ കേന്ദ്രമായി വരുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യനിൽ മനുഷ്യത്വം രൂപം കൊള്ളുന്നത്. ആ മനുഷ്യത്വമാണ് അവന്റെ സംസ്കാരം. ആ സംസ്കാരമാണ് അവൻ ഈ പ്രപഞ്ചത്തോട്, പ്രകൃതിയോട്, മനുഷ്യനോട്, സഹോദരനോട്, സമൂഹത്തോട് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഹൃദയം തുറന്നുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കുക. അതുകൊണ്ട് അപ്പോ ദൈവാരാധന എന്താകുന്നു? ദൈവാരാധന ഒറ്റവാക്കിൽ നമ്മൾ കാണാതെ ജീവിതത്തിൽ എന്നു ഉപയോഗിക്കും. സംസ്കാരത്തിന്റെ ജീവജലമാണ് ദൈവാരാധന. ദൈവാരാധന സംസ്കാരത്തിന്റെ ജീവജലമാണ്. സംസ്കാരം ദൈവത്തെ മാറ്റി നിർത്തിയാൽ ആ സംസ്കാരത്തെ മരണ സംസ്കാരം എന്ന് പറയും. നമ്മൾ മുമ്പേ പറഞ്ഞു, ദൈവത്തെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒന്ന് മാത്രമാണ് സംസ്കാരമെങ്കിൽ ആ സംസ്കാരത്തിന്റെ ജീവജലമാണ് ദൈവാരാധന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചു, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചു, മഹാവിസ്ഫോടന സിദ്ധാന്തം പഠിച്ചു. അവയൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ നല്ല സ്കോറൊക്കെ നിങ്ങൾ സ്കൂളിൽ നേടിയിട്ടാണ് +1 ക്ലാസ് വന്നിരിക്കുക പോകാൻ പോകുന്നത്. അതൊക്കെ ശരി. ഈ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തെ, പരിണാമ സിദ്ധാന്തത്തെ ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് വളർന്ന് മാറ്റങ്ങൾ സംഭവിച്ച് മനുഷ്യനിൽ എത്തിച്ചേർന്നു എന്ന ശാസ്ത്ര നിഗമനത്തിലെത്തി. ഈ ശാസ്ത്ര നിഗമനങ്ങളെ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ക്രൈസ്തവ മതം ചെയ്യുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ രൂപപ്പെട്ട ഒരു പരിണാമം അഥവാ മാറ്റം എന്ന ശാസ്ത്രങ്ങൾ. പക്ഷേ ഇവിടെ നമ്മളത് ആലോചിച്ചു നോക്കൂ, മൃഗത്തിനേക്കാൾ എന്തെല്ലാം പ്രത്യേകതകൾ ആ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തിയെന്ന് ശാസ്ത്രം പറയുന്ന ആ മാറ്റത്തിൽ, മാറ്റമുണ്ടായ മനുഷ്യ ജീവിയിൽ എന്ത് മാറ്റങ്ങളുണ്ട്? ചിന്താശേഷിയിൽ, സംസാരിക്കാനുള്ള കഴിവിൽ, പുഞ്ചിരിക്കാനുള്ള കഴിവിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമായി ബുദ്ധിയിൽ, ഓർമ്മയിൽ, വിവേകത്തിൽ, വസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം, ധാർമ്മിക ബോധം, കുടുംബമായി ജീവിക്കാനുള്ള പ്രേരണ, സൗന്ദര്യ ആസ്വാദനം, ആരാധനാബോധം, ക്രിയാത്മക ചിന്ത, ഇവയെല്ലാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് വ്യത്യസ്തമായിട്ടുണ്ട്, മനുഷ്യനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ മഹാവിസ്ഫോടന സിദ്ധാന്തമായാലും പരിണാമ സിദ്ധാന്തമായാലും അവിടെ നമുക്ക് തിരിച്ച് ശാസ്ത്രത്തോടൊരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. സയൻസ് അവിടെ നിശബ്ദമായി നിൽക്കുന്നു. ഈ ഏകകോശ ജീവിയായ അമീബയുടെ സൃഷ്ടിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ ജീവന്റെ കണികയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ആ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഈ സർവ സൃഷ്ടികൾക്കും നിദാനമായിട്ടുള്ളത് ദൈവമാണ്. പ്രപഞ്ച മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിന്റെ അദൃശ്യകരം ഉണ്ട്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്.
പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും സൃഷ്ടിയിൽ ദൈവത്തിന്റെ അദൃശ്യമായ കരമുണ്ട്. ഇപ്പൊ ജീവന്റെ ഉറവിടം ദൈവമാണ്. ദൈവം ആ ജീവന്റെ ഉറവയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. തന്റെ ഛായയിൽ, തന്റെ രൂപത്തിൽ, തന്റെ ജീവശ്വാസം ഊതിക്കൊണ്ട് മനുഷ്യനെ ദൈവം ശ്രേഷ്ഠമായി സൃഷ്ടിച്ചു. അവൻ ദൈവീക മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ക്ലാസ് ചുരുക്കാം. എങ്കിൽ 11ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ദൈവത്തിന്റെ അദൃശ്യകരം ഉള്ളതുകൊണ്ട് ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവിനെ സക്കറിയ പ്രവാചകൻ പ്രകീർത്തിക്കുന്നത് പോലെ ജോബിന്റെ പുസ്തകത്തിൽ മനുഷ്യന്റെ ചൈതന്യം സർവശക്തന്റെ ശ്വാസമാണ് എന്ന് അവന് ജ്ഞാനം നൽകുന്നതും ആ ദൈവിക ജീവനാണ് എന്ന് ജോബ് പറയുന്നത് പോലെ അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ മനുഷ്യന്റെ ഉത്ഭവവും മൃഗത്തിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന സ്വഭാവ സവിശേഷതകളും രൂപം കൊണ്ടത്, അതിന്റെ നിദാനം, അതിന്റെ കാരണം, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് മനുഷ്യനുള്ള ദൈവീക ജീവനാണ്. അപ്പോ നല്ല ആഴത്തിൽ 1ാമത്തെ അധ്യായം പഠിക്കുക. നിങ്ങളോട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിയുന്നത്, ഏത് ചോദ്യത്തിനും ഉത്തരം തരാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നും വായിക്കുന്നതാണ്, നിങ്ങൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. അത് വിശുദ്ധ ബൈബിളാണ്. ഇതിലെ ചോദ്യങ്ങൾ നമ്മുടെ മലങ്കര കാറ്റഗിസം എന്ന സൈറ്റിൽ ഉണ്ട്. ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ തയ്യാറാക്കി വെക്കുക. സൺഡേ സ്കൂൾ റെഗുലറായിട്ട് തുടങ്ങുമ്പോൾ ആ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ കഴിയും. ദൈവം നിങ്ങളെയും എന്നെയും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുട്ടികളെ, നമ്മുടെ 1ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ കാറ്റഗിസത്തിന്റെ സൺഡേ സ്കൂളിന്റെ സൈറ്റിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയും ആ ഉത്തരം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിങ്ങൾ തീർക്കുകയും ചെയ്യണം എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ്? ഒരു ചോദ്യമാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് എഴുതി നോക്കൂ. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവിന്റെ സഹവാസം നഷ്ടമാകുമ്പോൾ മനുഷ്യനിലെ ദൈവീക സ്വഭാവം നഷ്ടമാകുന്നു എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അത് വിശദീകരിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, അത് നിങ്ങൾ പഠിക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിങ്ങൾ എന്നേക്കുമായി സൂക്ഷിക്കുക. ഞാനൊരു ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൈവാത്മാവിന്റെ സഹവാസം നഷ്ടമാകുമ്പോൾ മനുഷ്യനിലെ ദൈവിക സ്വഭാവം നഷ്ടമാകുന്നു. ഇത് വിശദീകരിച്ച് എഴുതുക. മറ്റൊരു ചോദ്യം, മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ്? അത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പുസ്തകത്തിൽ ശാസ്ത്രം പഠിപ്പിക്കുന്നത് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അതിനേക്കാൾ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യോൽപത്തി പരിണാമത്തിലൂടെയാണ് എന്നുള്ള ശാസ്ത്രത്തിന്റെ പൊതു നിഗമനത്തെ ക്രിസ്തുമതം ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. വിശുദ്ധ ബൈബിളുമായി ചേർത്തിണക്കിയാണ് വ്യാഖ്യാനിക്കുന്നത്. അത് നല്ല വിശദീകരണ കുറിപ്പെഴുതി നിങ്ങൾ സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം. മനുഷ്യോൽപത്തി പരിണാമത്തിലൂടെയാണ് എന്ന ശാസ്ത്ര നിഗമനത്തെ മനുഷ്യോൽപത്തി പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് എന്ന ശാസ്ത്ര നിഗമനത്തെ ക്രിസ്തുമതം ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. ക്രിസ്തുമതം മാത്രമല്ല, പരിശുദ്ധ ബൈബിൾ ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്.
വിശദീകരണം, നല്ല വിശദമായ ഒരു ഉത്തരം നിങ്ങൾ എഴുതണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മറ്റൊന്ന്, തെറ്റായ മനുഷ്യ സങ്കല്പത്തിൽ പടുത്തുയർത്തപ്പെടുന്ന സമൂഹങ്ങൾ മരണ സംസ്കാരമാണ് പ്രദാനം ചെയ്യുന്നത്. മരണ സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിന്റെ പേജ് 15 പേജിൽ പറയുന്നുണ്ട്. അതും നിങ്ങൾ അറിയണം. കാരണം നിങ്ങളുടെ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളെ വളരെ വലിയ തത്വശാസ്ത്രങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ആകർഷിച്ചെന്നിരിക്കും. പക്ഷേ അതിന്റെയൊക്കെ അടിത്തറയായി നിൽക്കുന്ന മരണ സംസ്കാരം നമുക്ക് അപകടമാണ്. ദൈവം അടിത്തറയായിട്ടുള്ള സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും വേണ്ടത്. നിങ്ങൾ മറ്റു ചോദ്യങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ഒരു പറ്റം അധ്യാപകർ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ പല ഇടവകകളിലെ അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ നമ്മുടെ സൈറ്റിലുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കണം. അത് ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ അധ്യായവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു.